ഹായ് സുഹൃത്തുക്കളെ, BSSC ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിലവിൽ അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. നേരത്തെ തന്നെ നമ്മൾ വീഡിയോകളൊക്കെ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അപ്ഡേറ്റുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, പല ബ്രാഞ്ചുകളിൽ മെക്കാനിക്കൽ, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, സിവിൽ തുടങ്ങിയ ബ്രാഞ്ചുകളിലൊക്കെ, RIC തുടങ്ങിയ ബ്രാഞ്ചുകളിലൊക്കെ എന്ത് വന്നിട്ടുണ്ട്, ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. BSSCയിലേക്കാണ്, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തിരുവനന്തപുരത്തേക്കാണ് ഈ ഒരു അപ്പോയിന്റ്മെന്റ് നടക്കുക. വേക്കൻസികൾ മെക്കാനിക്കലെ സംബന്ധിച്ച് 25-ലേറെ വേക്കൻസികളുണ്ട്. ഇലക്ട്രോണിക്സിനും 27ഓളം വേക്കൻസികളുണ്ട്. അപ്പോൾ ഡിപ്ലോമയാണ് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ടെക്നിക്കൽ അസിസ്റ്റന്റ് മെക്കാനിക്കൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ മെക്കാനിക്കലിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ ഉള്ള ഡിപ്ലോമയാണ് വേണ്ടത്. അതിനുശേഷം ബിടെക് ഒക്കെ ഹയർ യോഗ്യതയുള്ള ആളുകളാണെങ്കിൽ പ്രശ്നമില്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായ ഡിപ്ലോമ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇലക്ട്രോണിക്സിനും മറ്റ് ബ്രാഞ്ചുകൾക്കും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ടെക്നിക്കൽ അസിസ്റ്റന്റ് മെക്കാനിക്കലിനെ സംബന്ധിച്ച് എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, മറ്റൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടാവുക പരീക്ഷ എന്ന് വരും എന്നുള്ളതാണ്. അപ്പോൾ പരീക്ഷ എന്ന് വരും എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, യൂഷ്വലി മുൻപ് നടന്ന BSSC ടെക്നിക്കൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ LPSC ടെക്നിക്കൽ അസിസ്റ്റന്റ് റിക്രൂട്ട്മെന്റുകളുമായി ചേർത്ത് വെച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, നോട്ടിഫിക്കേഷൻ വന്ന ഒരു 5-6 മാസങ്ങൾക്കുള്ളിൽ പരീക്ഷ നടക്കുമെന്നുള്ളതാണ്. ഒരു 4 മാസമെങ്കിലും നമുക്ക് ഗ്യാപ്പ് കിട്ടാറുണ്ട്. ദാറ്റ് മീൻസ് ഇപ്പൊ നിലവിൽ അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. അതായത് 18-ാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഒരു ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ 3 മാസങ്ങളിൽ ഒന്നിലായിരിക്കും, മിക്കവാറും ഡിസംബറിൽ അല്ലെങ്കിൽ നവംബറിലായിരിക്കും ഈ പരീക്ഷ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്താണെങ്കിലും ഒരു 3-4 മാസം നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് കറക്റ്റായിട്ട് പഠിക്കാനുള്ള ഒരു സമയം കിട്ടും. അതിനുശേഷം റിവൈസ് ചെയ്യാനുള്ള സമയവും കിട്ടും. അപ്പോൾ സിലബസ് എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. ടെക്നിക്കൽ അസിസ്റ്റന്റ് മെക്കാനിക്കലിന്റെ സിലബസ് എന്താണെന്ന് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ എന്ത് പഠിക്കണം എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ 3 വർഷം ഡിപ്ലോമ ലെവലിലുള്ള സിലബസ് ആണുള്ളത്. ആ ലെവലിലുള്ള ചോദ്യങ്ങളാണുള്ളത്. ഫസ്റ്റ് മൊഡ്യൂൾ നോക്കി കഴിഞ്ഞാൽ ടെക്നിക്കൽ മാത്തമാറ്റിക്സ്, മെട്രിക്സ്, ഡിറ്റർമിനൻസ്, ട്രിഗണോമെട്രി, ട്രയാങ്കിൾസ്, ഫംഗ്ഷൻസ്, ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി, ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ, ഇതിന്റെയൊക്കെ ബേസിക്സ് ആണ്. അങ്ങനെ വലിയ ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങളൊന്നും യൂഷ്വലി വരാറില്ല. 80 മാർക്കിന്റെ ടെസ്റ്റ് ആണിത് കേട്ടോ. ഓർക്കുക, 80 മാർക്കാണ് ഈ ഒരു ടെസ്റ്റിനുള്ളത്. 90 മിനിറ്റിന്റെ 1.5 മണിക്കൂർ ഡ്യൂറേഷൻ ആണ്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, 0.33 മാർക്ക് നെഗറ്റീവ് ഉണ്ട്, നമ്മുടെ PSCയിൽ ഉള്ളത് പോലെ തന്നെ. പിന്നീട് അതിനുശേഷം ഇത് പാസ്സാകുന്നവർക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. സ്കിൽ ടെസ്റ്റ് ക്വാളിഫയിങ് നേച്ചറിലാണ്. അതിനുശേഷം ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ടെക്നിക്കൽ മാത്തമാറ്റിക്സിന്റെ ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്ലൈഡ് മെക്കാനിക്സ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, മെക്കാനിക്സിൽ തുടങ്ങി സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിന്റെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, ഷിയർ സ്ട്രെസ്, തെർമൽ സ്ട്രെസ്സുകൾ, ടോർഷൻ, പ്രോപ്പർട്ടീസ് ഓഫ് സെക്ഷൻസ്, ഫ്രിക്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് I+ന്റെ കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ ചെറിയ ഫീസിൽ I+ന്റെ കോഴ്സിൽ നിങ്ങൾക്ക് ഇപ്പോൾ എൻറോൾ ചെയ്യാൻ സാധിക്കും. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കോഴ്സിന്റെ വിശദാംശങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല മാർക്ക് വാങ്ങിക്കാൻ സാധിക്കും. കാരണം നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന ISROയുടെ ഒരു ജോലിയാണ്, അല്ലെ, നമ്മൾ ഒട്ടും വിട്ടുകളയാനായിട്ട് പാടില്ല. എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ആണ് 3ാമത്തെ മൊഡ്യൂളായിട്ട് വരുന്നത്. അതിലെന്താണ്, പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് അലോയ്സ്, മെറ്റീരിയൽ സയൻസിന്റെ ബേസിക്സ്, മെറ്റൽസ് ആൻഡ് അലോയ്സ് എന്താണ്, ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സുകൾ എന്താണ്, അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രാം, ഫേസ് ഡയഗ്രാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പഠിക്കാനായിട്ടുണ്ട്. പ്രോപ്പർട്ടീസ് ടെസ്റ്റിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ ഓഫ് മെറ്റീരിയൽസും അവിടെയുണ്ട്. അടുത്ത മൊഡ്യൂൾ മാനുഫാക്ചറിംഗ് പ്രോസസ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ല. സ്മിത്തി, ഫോർജിങ്, വെൽഡിങ്, സോൾഡറിംഗ്, ബ്രേസിംഗ്, മെട്രോളജി, ഫിറ്റിംഗ്, കാർപ്പൻട്രി, ഫൗണ്ടറി, ബെഞ്ച് വർക്ക് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. തെർമൽ എഞ്ചിനീയറിംഗിൽ നമുക്ക് തെർമോഡൈനാമിക്സിന്റെ ബേസിക്സ് തൊട്ട് പഠിക്കാനായിട്ടുണ്ട്. തെർമോഡൈനാമിക്സ് പ്രോസസ്സുകൾ, IC എഞ്ചിനീയർ ഇതിനകത്തുണ്ട്, എയർ സൈക്കിൾസ് ഇതിനകത്തുണ്ട്, ദെൻ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ബേസിക്സ് അറിയണം, സ്റ്റീം ബോയിലേഴ്സ്, പെർഫോമൻസ് ഓഫ് IC എഞ്ചിൻസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ തെർമൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ദെൻ FM ആൻഡ് ഹൈഡ്രോളിക് മെഷീനറീസ്, അതിനകത്ത് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, ഫ്ലൂയിഡ് പ്രഷർ മെഷർമെന്റ്, കൈനമാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ ത്രൂ ഓറിഫൈസ്, നോച്ചസ്, പൈപ്സ് ആൻഡ് നോസിൽസ്, ഫ്ലൂയിഡ് പവർ, ഹൈഡ്രോളിക് സിസ്റ്റം, പമ്പ്സ്, ടർബൈൻസ്, ഇത്രയും കാര്യങ്ങളാണ്. ഒരുപാട് ഡീപ്പായിട്ടൊന്നും പഠിക്കാനില്ല, എങ്കിലും ബേസിക് ആയിട്ട് കുറെ കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിൽ പ്രിൻസിപ്പിൾസ് ഓഫ് റെഫ്രിജറേഷൻ, ദെൻ എയർ റെഫ്രിജറേഷൻ സിസ്റ്റം, വേപ്പർ കംപ്രഷൻ സിസ്റ്റം, റെഫ്രിജറേഷൻ എക്യുപ്മെന്റ്സ്, റെഫ്രിജൻസ്, പ്രിൻസിപ്പിൾ ഓഫ് സൈക്രോമെട്രി, അതിന്റെ ബേസിക്സ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. മറ്റൊരു മൊഡ്യൂളായിട്ട് നോക്കാനുള്ളത് പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ് ആണ്. അതിലാണ് ഈ സ്റ്റീം പവർ പ്ലാന്റ്, അതുപോലെ തന്നെ സ്റ്റീം കണ്ടൻസർ, ഗ്യാസ് ടർബൈന്, ഡീസൽ പവർ പ്ലാന്റ്, ന്യൂക്ലിയർ പവർ എഞ്ചിനീയറിംഗ്, റിന്യൂവബിൾ സോഴ്സസ് എഞ്ചിനീയറിംഗ്, ഇതൊക്കെ തെർമൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് അതുമായിട്ട് ക്ലബ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണിത്. ദെൻ സിം, കമ്പ്യൂട്ടർ ഇന്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ക്യാഡ് എന്താണ്, ജോമെട്രിക് മോഡലിംഗ് എന്താണ്, CAPP എന്താണ്, CNC അതിന്റെ ബേസിക്സ്, ഓട്ടോമേഷന്റെ ബേസിക്സ്, റോബോട്ടിക്സിന്റെ ബേസിക്സ്, ഫ്ലെക്സിബിൾ മാനുഫാക്ചറിംഗ് സിസ്റ്റം,
പിന്നീട് അഡ്വാൻസ്ഡ് പ്രൊഡക്ഷൻ പ്രോസസ്സ്, അതിനകത്തും CNC-യുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ, ബേസിക്സ് ഓഫ് NC ആൻഡ് CNC പ്രോഗ്രാമിംഗ്, മെഷീനിങ് സെന്റേഴ്സ് എന്താണ്, ജിഗ്സ് ആൻഡ് ഫിക്സ്റ്റേഴ്സ് എന്താണ്, അതുപോലെ തന്നെ പൗഡർ മെറ്റലർജി, നോൺ കൺവെൻഷണൽ മെഷീനിങ്, അഡിറ്റീവ് മാനുഫാക്ചറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കാനായിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് നമുക്ക് പഠിക്കാനുള്ളത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ, ഇൻസ്പെക്ഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, കൺട്രോൾ ചാർട്ട്സ്, എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് തുടങ്ങിയ കാര്യങ്ങളാണ്. ദെൻ ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ്, ആ കൂട്ടത്തിൽ നമുക്ക് നട്ട്, ബോൾട്ട്, സ്ക്രൂസ്, ഷാഫ്റ്റ്, കീ, കപ്ലിംഗ്, യൂഷ്വലി നമ്മൾ പഠിക്കുന്ന DME-യുമായിട്ട് ചേർത്ത് വെച്ച് പഠിക്കുന്ന ഫ്ലൈ വീല്, ഗവർണേഴ്സ്, ക്യാംസ്, അതൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് മെഷീൻ ഡ്രോയിങ്സ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് തന്നെയാണ്. ഡയമെൻഷനിങ്, ടോളറൻസ്, അതിനകത്ത് ലിമിറ്റ്സ്, ഫിക്സ് ഒക്കെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടെക്നിക്കൽ അസിസ്റ്റന്റ് പരീക്ഷയ്ക്കായിട്ട് പഠിക്കാനായിട്ടുള്ളത്. ഇത് എല്ലാ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പരീക്ഷകൾക്കും, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബേസ് ചെയ്തിട്ടുള്ള നടത്തുന്ന എല്ലാ പരീക്ഷകൾക്കും ഇതേ പാഠഭാഗങ്ങൾ വരുന്നതാണ്. അപ്പൊ അതുമായിട്ട് ചേർത്ത് വെച്ച് നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. കോച്ചിങ്ങിന്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും I+നൊപ്പം നിങ്ങൾക്ക് വരാം. നല്ല ഒരു ജോലി നേടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.